കുളമ്പുരോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിലും പ്രധാന രോഗലക്ഷണങ്ങളും ഒരു പ്രദേശത്ത് രോഗം വന്നാൽ ആ കർഷകൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡുകൾ, പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൂടി എനിക്ക് തോന്നുന്നു ഇത് സംബന്ധിച്ച ഒരു ബോധവൽക്കരണം കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. കുളമ്പ് രോഗം ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭാരം കുറവുള്ളതാണ്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ കൂടി ഏകദേശം 60 കിലോമീറ്റർ വരെ നമ്മുടെ ഇത് പടർന്ന് പോകാൻ സാധ്യതയുണ്ട്. ഈ രോഗം പകരുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള വായുവിൽ കൂടിയും നമ്മളെ പശുവിനെ പരിപാലിക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭക്ഷണങ്ങളിൽ കൂടിയും കറവക്കാരിൽ കൂടിയെല്ലാം ഈ രോഗം പകരും. അത് മാത്രമല്ല, ഈ രോഗം ബാധിച്ച പശുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ കൂടിയും ഈ രോഗം പകരാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ വൈറസിന് വളരെ ഭാരക്കുറവാണ്. നമ്മുടെ മൂക്കിലെ രോമത്തിലും തലമുടിയിലുമൊക്കെ ഇത് വസിക്കാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ വളരെ പെട്ടെന്ന് പടരുന്ന ഒരു രോഗമായതിനാൽ നമ്മുടെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കർഷകർ ഈ വിവരം മൃഗാശുപത്രിയിൽ അറിയിക്കുക. മൃഗാശുപത്രിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ വേണ്ട ചികിത്സാ രീതികൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി കാണുന്നത് ശക്തമായ പനി വരും, തീറ്റ എടുക്കാൻ മടിയുണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കൈക്കും കാലിനും എല്ലാം വേദന ആ രീതിയിലായിരിക്കും. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള കുമിളകൾ വായിക്കാതെ നാവിലും മോണയിലും അതുപോലെ തന്നെ കുളമ്പിൻ്റെ ഇടയിലും അകിടിലെ മുലക്കാമ്പിലൊക്കെ കുമിളകൾ വന്ന് അത് പൊട്ടി വ്രണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് രോഗമായതുകൊണ്ട് ഇതിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സാ വിധികളൊന്നും തന്നെ ഇല്ല. എങ്കിൽ തന്നെ നമ്മുടെ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഈ മുതിർന്ന മൃഗങ്ങളിൽ മരണനിരക്ക് കുറവാണെങ്കിൽ തന്നെ നമ്മുടെ പശുക്കുട്ടികളിൽ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടികളിലെല്ലാം മരണനിരക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ രോഗം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വായിലുള്ള ഈ വ്രണങ്ങളിലെല്ലാം പുരട്ടാനുള്ള മരുന്നുകൾ, ബോറിക് ആസിഡ് എന്ന് പറഞ്ഞ വളരെ വില കുറഞ്ഞ മരുന്നുണ്ട്. അത് തേനിൽ ചരിച്ച് പുരട്ടാം. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പാരമ്പര്യമായുള്ള രീതിയിലുള്ള ആണെങ്കിൽ പന്നിനെയ്യ് റോബസ്റ്റ പഴത്തിൽ ഞെരടി പുരട്ടിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കൂടാതെ നമ്മുടെ ഡോക്ടർമാർക്ക് ഈ രോഗലക്ഷണങ്ങൾ ആരംഭത്തിൽ തന്നെ കണ്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂഗോൾസൈഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർബോളിക് ആസിഡൊക്കെ ചേർന്ന മരുന്നുകൾ ഉണ്ടാക്കി തന്നെ ഡോക്ടർമാർ വളരെ ഫലപ്രദമായ രീതിയിൽ ഇതിന് ചികിത്സ നൽകുന്നുണ്ട്. കുളമ്പ് രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിസർജ്യങ്ങളിൽ കൂടി ഈ പശുവിൻ്റെ രോഗബാധയേറ്റ മൃഗങ്ങളുടെ വിസർജ്യങ്ങളിൽ കൂടി ഈ വൈറസ് വെളിയിലോട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പാല്. ഈ പാലിൽ നമ്മുടെ കറവ പശുക്കൾക്ക് നമ്മുടെ പല കർഷകരും പശുക്കുട്ടികളെ ഇതിനെ വിട്ട് ചുരത്തി പാല് കുടിപ്പിച്ചിട്ടാണ് നമ്മൾ പശുവിനെ കറക്കുന്നത്. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കർഷകരുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരത് അനുസരിക്കാറില്ല. ഈ രോഗബാധയേറ്റ പശുവിൻ്റെ ഈ തള്ളയിലൂടെ പാലിൽ കൂടി അനേക ലക്ഷക്കണക്കിനുള്ള വൈറസ് ഇതിൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് കിടക്കും. അതുകൊണ്ട് നമ്മൾ രോഗബാധ ഏറ്റു കഴിഞ്ഞാൽ ആ പശുക്കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒന്നുകിൽ വേറെ പശുക്കളുടെ പാല് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാല് തന്നെ തിളപ്പിച്ചാറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈറസ് ഈ ഏകദേശം ഒരു 70 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടി ഇത് ജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് നശിച്ചു പോകുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ആ പാല്, അത് തള്ളയുടെ പശുവിൻ്റെ പാല് തന്നെ ആണെങ്കിൽ തന്നെ തിളപ്പിച്ചാറിച്ച് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മരണനിരക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. പല മുൻകാല പദ്ധതികളിലും ഇവിടെ പശുക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇല്ലേ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ കൊണ്ടുവരിക എന്നൊരു സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അത് ഇനിയും തുടരുന്നതിനെ കുറിച്ച് കൂടി ഈ വേദിയിൽ അതിനൊരു ചർച്ച വരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കാലത്ത് അനുഭവം വെച്ച് നോക്കുമ്പോൾ വെളിയിൽ നിന്ന് പശുവിനെ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് മൃഗസംരക്ഷണ വകുപ്പ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1,00,000-ഓളം പശുക്കുട്ടികളെ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ആകെപ്പാട് 25,000-നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ 1,00,000 പശുക്കുട്ടികളെ ശരിക്കും നമ്മൾ നന്നായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3-4 വർഷം നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ പാലുൽപാദനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ ഈ എത്തനോ വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. അത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു 4-5 ജില്ലകളിൽ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് മെഡിസിൻ ബാംഗ്ലൂർ, താനുവേഴ്സ് തമിഴ്നാട് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, ഈ 2 യൂണിവേഴ്സിറ്റിയിലെയും പ്രൊഫസർമാർ, ഒന്ന് ഡോക്ടർ പുണ്യമൂർത്തി, ഒന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ, ഇവരാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത്. കേരളത്തിൽ തന്നെ ഒരു 4-5 ജില്ലകളിൽ ഒരു 10-200ഓളം ഡോക്ടർമാർക്ക് ഓൾറെഡി ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ ഇൻ എത്തനോ വെറ്റിനറി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മദ്രാസ് വെറ്റിനറി കോളേജിൽ നിന്നൊരു
10-20 പേര് ഇപ്പോൾ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വരുന്നതിന് മുമ്പ് ഒരു 10-20 പേർക്ക് ഡിപ്ലോമയ്ക്ക് പോകാനായിട്ടുള്ളൊരു ഉത്തരവും ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി എത്ര വെറ്റിനറി മെഡിസിനിൽ മാത്രം ഒരു ട്രെയിനിങ് വേണമെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഡോക്ടർമാർ മൃഗചികിത്സയ്ക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്. അവർക്ക് കൃത്യമായ രോഗങ്ങൾ നിർണ്ണയിക്കാൻ കഴിയും. ആയുർവേദവും അലോപ്പതി ഇതുപോലെയുള്ള ഏത് മേഖലകളിലാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുക, കർഷകർക്ക് ലാഭകരമായിട്ട് ഏത് മെഡിസിനാണ് ഉപയോഗിക്കാൻ പറ്റുക, അത്തരത്തിലുള്ളൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ ഈ കാര്യത്തിൽ എടുക്കുന്നത്. കുളമ്പുകളിൽ പുരട്ടാൻ, കുളമ്പിൽ വ്രണങ്ങൾ നീരുള്ള അവസരത്തിൽ വേദനയോട് കൂടിയിട്ട് തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ പുരട്ടാൻ ഡോക്ടർ പുണ്യമൂർത്തി നിർദ്ദേശിക്കുന്നത് കുപ്പമേനിയില 10 എണ്ണം, തുളസിയില 10 എണ്ണം, മൈലാഞ്ചിയില 10 എണ്ണം, വേപ്പില 10 എണ്ണം, 10 ഗ്രാം മഞ്ഞൾപ്പൊടി, ഇത് 1 ലിറ്റർ എള്ളെണ്ണയിൽ ചെറുതായിട്ട് അരച്ച് ഇതിന് എള്ളെണ്ണയിൽ ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കി കുളമ്പിൽ പുരട്ടുക. കുളമ്പിൽ വ്രണങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രം മതിയാവും. കുളമ്പുകൾ ഇതിനു മുമ്പ് ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ അലക്കുകാര ഉപയോഗിച്ച വെള്ളത്തിൽ കഴുകി തുടച്ചതിന് ശേഷം വേണം ഇത് പുരട്ടുവാൻ. വായിൽ പുരട്ടാനുള്ളത് മുമ്പേ കൊടുത്ത ആ മരുന്നിൻ്റെ അവശിഷ്ടങ്ങൾ വെണ്ണയ്ക്കകത്ത് ചേർത്ത് നാവേലോ ബോണയിലോ പുരട്ടാവുന്നതാണ്. ആനയ്ക്ക് കുളമ്പ് രോഗം ബാധിച്ചതായിട്ട് പത്രവാർത്ത കണ്ടു. നാട്ടിൽ നിന്നും വനത്തിലേക്കും വനത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കും വീണ്ടും വരികയും വനത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇതിന് എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായി കുളമ്പ് രോഗം കുളമ്പുള്ളവരിലാണ് വരുന്നത്. മനുഷ്യനിലോ അല്ലെങ്കിൽ ആനയ്ക്കോ സാധാരണ വരാറില്ല. പക്ഷേ ഏഷ്യൻ എലഫൻസിന് അവിടെ ഇവിടെ കാണാറുണ്ട്. നമ്മൾ തൃശ്ശൂരും കോട്ടയത്തും 2 ആനയ്ക്കാണിത് കണ്ടിട്ടുള്ളത്. അത് കുളമ്പ് രോഗമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ചികിത്സിച്ചു, അത് ഭേദമായിട്ടുണ്ട്, യാതൊരു കുഴപ്പമില്ല. വനപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ ഒരു 15 കിലോമീറ്റർ വനവുമായിട്ട് അടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വാക്സിൻ ബെൽറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പുതിയ ചോദ്യത്തിലേക്ക് പോകും മുൻപായിട്ട്, കുളമ്പ് രോഗം വന്ന് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയ മൃഗങ്ങൾക്ക് എത്രത്തോളം അവ ആരോഗ്യമുള്ളവയാണ്, അവയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭാവിയിൽ അല്ലെങ്കിൽ കാണാൻ സാധ്യമാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വിനോദ് ഒന്ന് വിശദമാക്കാമോ? അത് കുളമ്പ് രോഗത്തിന് ഒരു മൃഗത്തിനെ കൊല്ലാനുള്ള കഴിവില്ല. പശുക്കുട്ടികളെ കൊല്ലാം. പ്രായപൂർത്തിയായ വലിയ കറപ്പശുക്കളിൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ കുളമ്പ് രോഗത്തിന് ഒരു മൃഗത്തിനെ കൊല്ലാനുള്ള കഴിവുള്ളൂ. കുളമ്പ് രോഗം വന്ന് ആ മൃഗത്തിൻ്റെ ആരോഗ്യം തകർന്നിരിക്കുമ്പോൾ മറ്റണുക്കൾ കയറി പെരുകി ആ മൃഗത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനെ എതിർക്കാനാണ് അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കാനാണ് നമ്മുടെ ചികിത്സകളെല്ലാം ശ്രമിക്കുന്നത്, ആൻറ്റിബയോട്ടിക്കുകളെ കൊണ്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെ കുളമ്പ് രോഗം വന്ന് രക്ഷപ്പെട്ട ഒരു മൃഗത്തിന് 2 കാര്യങ്ങളാണ് സംഭവിക്കാവുന്നത്. ഒന്ന്, അത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ രോഗാണുവിനെ ദേഹത്ത് വഹിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ, ഏറ്റവും കുറഞ്ഞ 3 വർഷം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ രോഗാണുവിനെ അത് ദേഹത്ത് വഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ രോഗാണുവിൻ്റെ ദേഹത്തുള്ളത് കൊണ്ട് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയ്ക്ക് കുറവ് വരും. ചൂടും തണുപ്പിനെയും പ്രതിരോധിക്കാനുള്ള കഴിവുകൾ കുറവ് വരും. ചെന പിടിക്കാനുള്ള കഴിവുകൾക്ക് കുറേ കുറവ് വരാം. രണ്ടാമത്തേത്, കൃത്യമായ ചികിത്സ കൊണ്ടും പശുവിൻ്റെ ആരോഗ്യം കൊണ്ടും ഈ രോഗാണുവിനെ പൂർണ്ണമായിട്ടും അതിന് ശരീരത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള പശുക്കൾ ഭാവിയിലേക്ക് കുഴപ്പമുണ്ടാവില്ല, സ്ഥിരമായിട്ട് ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കും. കുളമ്പ് രോഗം വന്ന പശുക്കളിൽ ഏറ്റവും കുറഞ്ഞത് 7%, ഏറ്റവും കൂടുതൽ 49% പശുക്കൾക്കും ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥ വന്നു വിടാം. കാരിയർ എന്ന് പറയും, ശരീരത്തിൽ അണുക്കൾ ഉണ്ടാവാം, മറ്റുള്ളവർ രക്ഷപ്പെടും. 9 പശുക്കൾക്കോളം കുളമ്പ് രോഗം ബാധിക്കുകയും ആ തക്ക സമയത്ത് ഡോക്ടറെ കിട്ടാത്ത ഒരു അസൗകര്യം എന്നെപ്പോലെ കരുവാറ്റ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ക്ഷീരകർഷകരും അനുഭവിച്ചു എന്നുള്ളത് ഖേദപൂർവ്വം ഞാനിവിടെ അറിയിക്കുകയാണ്. പക്ഷേ മിൽമയ്ക്ക് തനതായ ഒരു ഡോക്ടറെ ഇന്ന് വരെ ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. മിൽമയിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടറുടെ സേവനം എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമല്ല. ചില സ്ഥലങ്ങളിൽ ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിമിതമാണ്. പക്ഷേ എല്ലാ പഞ്ചായത്തുകളിലും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്.
മിൽമയുടെ ഇത്തരം മിൽമയുടെ യൂണിറ്റുകൾ വ്യാപിപ്പിക്കാനായിട്ട് മിൽമയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത്തരം സന്ദർഭങ്ങളിൽ ജില്ലാ ഓഫീസർ വഴി ചില പ്രത്യേക പ്രദേശങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെ വിടുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് ഇനി ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ ഡോക്ടർമാരെ നമുക്ക് ആ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നമ്മളങ്ങനെ പോകുന്നുണ്ട്. ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ട് നമ്മൾ ആ പ്രദേശത്ത് പോയി ചികിത്സയ്ക്കുള്ള മരുന്ന്, ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എല്ലാവരുടെയും ഒരു സംഘമായിട്ട് തന്നെ ആ പ്രദേശത്ത് പോയി ചെയ്യുന്ന ഒരു രീതി നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ജില്ലാ ഓഫീസറോട് സംസാരിച്ച് തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പം നാടൻ പശുക്കൾക്ക് വലിയ വിലയാണെന്നാണ് കേൾക്കുന്നത്. 1,00,000 രൂപയൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ അന്യം നിന്ന് പോയാൽ അതിനെ നമ്മൾ കൊണ്ടുവരണ്ടായി തിരിച്ച്. എല്ലാവർക്കും പാൽ എത്തിക്കണം എന്നുള്ളത് ഒരു ആവശ്യവുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് അത്യാവശ്യമുള്ളവർക്ക് നാടൻ പശുക്കളെ വളർത്തുക, അല്ലാത്തവർ ആദായം ലക്ഷ്യമിട്ട് വളർത്തുമ്പോഴത്തേക്കും തീർച്ചയായും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇത് സാധ്യമായില്ല എന്ന് വരും. എങ്കിലും അതിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് പറയേണ്ട വിദഗ്ധർ നമ്മുടെ പാനലിലുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം ശ്രദ്ധിക്കാം. 31 ലക്ഷം ടൺ പാലാണ് നമ്മൾ 2020 ആകുമ്പോൾ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു പോളിസി അല്ലെങ്കിൽ ഒരു നയം ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉൽപ്പാദനക്ഷമത കൂട്ടുക, അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കളുടെ എണ്ണം കൂട്ടുക, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇതൊക്കെ ആയിരിക്കും ലക്ഷ്യം. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ നാടൻ പശുക്കളെ നമ്മൾ സംരക്ഷിക്കണം, വേണ്ടാന്നല്ല. പക്ഷേ ആ സംരക്ഷിക്കുന്നതിനെ അതൊരു ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ ലൈനിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അതൊരു കൺസർവേഷൻ, ആ ഒരു വംശം നശിച്ചു പോകാതെ അതിനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മറ്റത്രയും ഇഫക്റ്റീവായിട്ടാണോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ബ്രീഡുകളുടെ കൺസർവേഷന് വെറ്ററിനറി യൂണിവേഴ്സിറ്റി സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ KLD ബോർഡ് തന്നെ എല്ലാ ജില്ലകളിലും ചെയ്യുന്നില്ല എങ്കിലും ഞങ്ങൾ ചില ജില്ലകൾ തിരഞ്ഞെടുത്തിട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രീഡുകളെ സംരക്ഷിക്കുന്ന കർഷകർക്ക് 7,500 രൂപ വരെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഡോക്ടർ പോയി നോക്കി ഇത് ബ്രീഡ് ഈ പറഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തിയ കേസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ശാസ്ത്രീയമായി കുളമ്പ് രോഗം പ്രതിരോധിക്കണമെങ്കിൽ ഏത് ഇടവേളകളിൽ വാക്സിനേഷൻ പ്രോഗ്രാം നടത്തിയാലാണ് നമുക്ക് ഈ രോഗം നിയന്ത്രിക്കാൻ കഴിയുക, അതിനെക്കുറിച്ച് കൂടി ഒരു വ്യക്തത. ഇന്ത്യയിൽ വർഷത്തിൽ 2 പ്രാവശ്യം വാക്സിനേറ്റ് ചെയ്യാം. 2 പ്രാവശ്യം വാക്സിനേറ്റ് ചെയ്താൽ മാത്രമേ ആ ഹേർഡിൻ്റെ ഇമ്മ്യൂണിറ്റി നിലനിൽക്കത്തുള്ളൂ. വർഷത്തിൽ 1 പ്രാവശ്യം ഇതിന് ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല. 1 വർഷം വരെ ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ഒരു കഴിവ് ഇപ്പോൾ നിലവിലുള്ള വാക്സിനില്ല. അതുകൊണ്ടാണ് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ ഗവൺമെൻറ് ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഇൻ്റർനാഷണൽ ഏജൻസികളോട്ടൊക്കെ ആലോചിച്ച് ഒരു ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസോട് കൂടി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റാണ്. ഇതിന് 2 പ്രാവശ്യമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണിത് നമ്മൾ 2 പ്രാവശ്യം എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കുളമ്പ് രോഗം പിടിപെട്ട കന്നുകാലികളുടെ മാംസം ഭക്ഷിച്ചാൽ മനുഷ്യന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്നുണ്ടോ? മനുഷ്യ ശരീരത്തിന് ഇതുപോലുള്ള മറ്റ് മാരക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടോ എന്നാണ് ഒരു സംശയം. രോഗമുള്ള ഒരൊറ്റ അനിമലിനെയും കൊല്ലാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ പഞ്ചായത്തിൽ രോഗമുള്ള ഏതെങ്കിലും പശുവിനെയോ ആടിനെയോ കോഴി എന്താണെങ്കിലും കൊല്ലാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിയമപരമായി ആരോഗ്യമുള്ള മൃഗങ്ങളെ കൊല്ലാവുള്ളൂ, ആരോഗ്യമുള്ള ഇറച്ചിയെ കഴിക്കാവുള്ളൂ. ഇതാണ് ഒരു ജനറലായിട്ടുള്ള ഒരു ബോധം വേണ്ടത്. 2, ഏതെങ്കിലും അബദ്ധവശാൽ തിളപ്പിച്ച് കഴിക്കുന്ന ഇറച്ചി കൊണ്ട് നിങ്ങൾക്ക് അസുഖം ഉണ്ടാവില്ല. പക്ഷേ അത് ശീലമാക്കരുത്. രോഗമുള്ള പശുവിൻ്റെ ഇറച്ചിയെ നമ്മൾ കഴിക്കുന്നുള്ളത് ശീലമാക്കരുത്. ഒരു സംശയം, ഒരു പക്ഷേ പല രോഗങ്ങളും മുൻകൂട്ടി സ്ക്രീൻ ചെയ്ത് അറിയാനൊക്കെ പറ്റും. ചില രോഗങ്ങൾ അതിൻ്റെ രക്തം പരിശോധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ പലരുടെയും ഒരു സംശയമാണ്, കുളമ്പ് രോഗം അത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു രോഗമാണോ? സാധാരണ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നത് രോഗാണു ശരീരത്തിനകത്ത് കയറി രോഗമുണ്ടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാനാണ് സ്ക്രീനിങ് നടത്തുന്നത്. പിന്നെ രോഗലക്ഷണങ്ങൾ അധികം പുറത്തു വരാതെ രോഗാണുവിനെ കൊണ്ടു നടക്കുന്ന മൃഗങ്ങളെ കണ്ടെത്താൻ സ്ക്രീനിങ് നടത്തുന്നു. കുളമ്പ് രോഗത്തിന് ഇന്നത്തെ നിലയിൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ അധികം വ്യാപകമല്ല. എങ്കിൽ പോലും
ഒരു പ്രത്യേകതരം പരിശോധന ഇന്ന് ലഭ്യമാണ്. മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ ഈ രോഗാണുവിനെയും കൊണ്ടാണ് അകത്തേക്ക് വരുന്നത് എന്നറിയാനായിട്ട് ആ പരിശോധന നടത്തുന്നുണ്ട്. അതല്ലാതെ ഒരു തുള്ളി രക്തമെടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉമിനീരോ പാലോ എടുത്ത് നമ്മുടെ മൃഗാശുപത്രികളിലോ ലബോറട്ടറികളിലോ പരിശോധിച്ചാൽ കുളമ്പ് രോഗം അറിയാൻ കഴിയുകയില്ല. പക്ഷേ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞ് രക്ഷപ്പെട്ട് അടുത്ത 3 വർഷത്തേക്ക് ഈ രോഗാണുവിനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതിനുള്ള പരിശോധനകൾ ലഭ്യമാണ്. ഏകദേശം 200 രൂപയോളമാണ് വരിക. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പുതിയ തരം സങ്കര ഇനം കന്നുകാലികളെ ഇല്ല അതിൻ്റെ കുട്ടികളെ KLD ബോർഡും യൂണിവേഴ്സിറ്റിയും ചേർന്ന് ഇത് നല്ല ഇനം കന്നുകുട്ടികളെ ഉണ്ടാക്കി കർഷകർക്ക് വിതരണം ചെയ്യുവാൻ ഒരു സജീവമായ ശ്രദ്ധ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും ഏകോപിപ്പിച്ച് പ്ലാനിംഗ് ബോർഡും ഗവൺമെൻറ് തലത്തിൽ ഒരു വിശദമായ ചർച്ച നടത്തി ക്ഷീരകർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിൽ അതിലുപരി പരിശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിച്ച് ക്ഷീരകർഷകർക്കും രാജ്യത്തെ ജനങ്ങൾക്കും വിതരണം ചെയ്യുവാനുള്ള സംവിധാനം വളരെ അടിയന്തരമായി ആലോചിക്കുവാൻ നടപടി സ്വീകരിക്കുമോ എന്നൊരു അവസാന ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു. ഏകോപനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ഇപ്പോഴും ഉണ്ട്. അത്രയും കന്നുകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഈ അടുത്തൊന്നും പെട്ടെന്ന് പ്രായോഗികമായ ഒരു കാര്യമല്ല. അപ്പോൾ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ വരുത്താവുന്ന ഭേദഗതികളെല്ലാം തീർച്ചയായിട്ടും വരുത്തും. അത് യൂണിവേഴ്സിറ്റിയും KLD ബോർഡും ബാക്കി മൃഗസംരക്ഷണ വകുപ്പ് എല്ലാം കൂടെ ചേർന്ന് നോക്കാം. പക്ഷേ ഇത്രയധികം കന്നുകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഇവിടെ ഗോവർധിനി പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത്ര ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ആലോചിക്കാം, പദ്ധതികളും കൊടുക്കാം. പക്ഷേ എത്രത്തോളം പ്രായോഗികമായിട്ട് ഒരു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയം മാത്രമേ ഇതിനകത്തുള്ളൂ. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഒരു വെറ്റിനറി ഡോക്ടറുണ്ട്, 2-3 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല സജീവമായ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പങ്കാളിത്തം ഗ്രാമതലങ്ങളിലുണ്ട്. പഞ്ചായത്തിൻ്റെ സ്കീം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പശുക്കുട്ടികൾക്കുള്ള തീറ്റ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ധാരാളമായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഗ്രാമസഭകൾ കൂടുന്ന സമയത്ത് ഉചിതമായ വിഹിതം മൃഗസംരക്ഷണ മേഖലയിലേക്ക് മൊത്തമായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കണം. പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും ഇതിനകത്ത് നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്, സജീവമായിട്ട് പങ്കെടുക്കണം. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മൃഗാശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാം. എൻ്റെ ടെലിഫോൺ നമ്പർ 9447775475. നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനം ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ വിദേശത്തുനിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഒരു ബ്രീഡിനെ തന്നെ നമ്മളിവിടെ ലിമിറ്റ് ചെയ്യാണ്. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകതകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സങ്കരവർഗം മാത്രമേ കേരളത്തിന് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ആ ലെവലിൽ നിൽക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൻ്റെ ഈ ജില്ലയിലെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ ഇവരെവിടെ പോയാലാണ് അവർക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട സേവനങ്ങളാണ് ലഭ്യമാകുന്നത്? നമുക്ക് ക്ഷീരവികസന വകുപ്പിന് എല്ലാ ബ്ലോക്ക് തലത്തിലും ഒരു ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ യൂണിറ്റുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അതാത് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാരുമായിട്ട് സമീപിക്കാവുന്നതാണ്. നിലവിലിവിടെ കിടാരി വളർത്തൽ യൂണിറ്റുകൾ പ്രോത്സാഹിപ്പിക്കുകയും ആ കിടാരി വളർത്തൽ യൂണിറ്റുകളിൽ നിന്ന് പശുക്കളെ വാങ്ങാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ കിടാരി വളർത്തൽ യൂണിറ്റുകൾ 5 കിടാരികളെ വളർത്തുന്ന യൂണിറ്റുകൾക്ക് ഇപ്പോൾ 90,500 രൂപ ധനസഹായം കൊടുക്കുന്ന പദ്ധതി ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 10 കിടാരി വളർത്തി വലുതാക്കി വിൽപ്പന നടത്തുന്നവർക്ക് 1,81,200 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. അതുപോലെ നിരവധി പദ്ധതികളുണ്ട്. മൃഗസംരക്ഷണ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജില്ലാതലത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ജോയിൻറ്റ് ഡയറക്ടർ കേഡറിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറും ഒരു ഡെപ്യൂട്ടി ഡയറക്ടറും വെറ്റിനറിയൻസായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ജില്ലാതലത്തിൽ ഒരു ജില്ലാ വെറ്റിനറി കേന്ദ്രമുണ്ട്. കൂടാതെ പഞ്ചായത്ത് തലത്തിൽ ചില പഞ്ചായത്തുകളിൽ വെറ്റിനറി ഡിസ്പെൻസറി ഒരു വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിലും ചില പഞ്ചായത്തുകളിൽ ഒരു സീനിയർ വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിൽ വെറ്റിനറി ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നു.
കൂടാതെ താലൂക്ക് തലത്തിൽ ഒരു സീനിയർ വെറ്ററിനറി സർജനും വെറ്ററിനറി സർജനും ക്ലിനിക്കൽ ലാബ് ഫെസിലിറ്റി എല്ലാം കൂടെ പ്രവർത്തിക്കുന്ന വെറ്ററിനറി പോളിക്ലിനിക്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മൃഗസംരക്ഷണ മേഖലയായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെടുക. അവിടെ നിന്നും നിങ്ങൾക്ക് ഇതിനുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ജില്ലാ തലത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അധ്യക്ഷനെ നിങ്ങൾക്ക് നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാം. വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും മൃഗസംരക്ഷണ വകുപ്പ് നിങ്ങൾക്ക് തരാൻ സദാ സന്നദ്ധരായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ഇവിടെ നടത്തിയ കാർഷിക മുഖാമുഖം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും മൃഗസംരക്ഷണ മേഖലയിൽ നിങ്ങൾക്ക് തുടർന്നും കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബം ഇതിൽ നിന്ന് കൂടുതൽ ആദായം ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഈ വകുപ്പുകൾ കൂടുതൽ ഏകോപിപ്പിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഔഷധ സസ്യങ്ങളുടെ തൈകൾ വിൽപ്പനയ്ക്ക്. മുട്ടക്കോഴി വളർത്തലിലും പശു വളർത്തലിലും പരിശീലനം. എറണാകുളം ഓടക്കാലിയിലുള്ള സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിൽ മേൽത്തരം ഔഷധ സസ്യങ്ങളുടെ തൈകൾ വിപണനത്തിന് തയ്യാറായി. നീലയമരി, ആടലോടകം, ബ്രഹ്മി, രാമച്ചം, ദശപുഷ്പങ്ങൾ എന്നിവയുൾപ്പെടെ 200ഓളം ഔഷധ സസ്യങ്ങളുടെ തൈകൾ കർഷകർക്ക് സൗജന്യ നിരക്കിൽ നൽകും. ഔഷധ സസ്യ കൃഷിരീതികൾ വിശദമാക്കുന്ന ഗ്രന്ഥങ്ങളും ദൃശ്യചിത്രങ്ങൾ അടങ്ങുന്ന CD-യും ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048426582221. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പ് പച്ചക്കറി സ്റ്റോളിൽ 30 മുതൽ 40% വിലക്കുറവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭിക്കും. ക്ഷേത്ര കോമ്പൗണ്ടിൽ അന്നദാനത്തിനാവശ്യമുള്ള പച്ചക്കറി വിതരണത്തിനായി ഹോർട്ടികോർപ്പിന്റെ ഹരിത സ്റ്റോളുകളും ആരംഭിച്ചിട്ടുണ്ട്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൃശൂർ ജില്ലയിൽ നിർമ്മിക്കുന്ന കാർഷിക സമുച്ചയം ഈ മാസം 17-ന് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി, മണ്ണ് പരിശോധനശാലകൾ, കാർഷിക എഞ്ചിനീയറിംഗ് ഓഫീസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ്, ജില്ലാ ഫിഷറീസ് ഓഫീസ്, ജില്ലാ ക്ഷീരവികസന ഓഫീസ്, വിജ്ഞാന വ്യാപന കേന്ദ്രം, വിപണന കേന്ദ്രം തുടങ്ങിയവ ഒരു കിടക്കയിലായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും പാചകവാതകം, ജൈവവളം, വൈദ്യുതി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ബയോഗ്യാസ് പ്ലാന്റ് റേഡ്കോ പുറത്തിറക്കി. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടം, മത്സ്യാവശിഷ്ടങ്ങൾ, കഞ്ഞിവെള്ളം, റബ്ബർ ഷീറ്റ് നിർമ്മാണ വേളയിലുണ്ടാകുന്ന മലിനജലം തുടങ്ങിയ മാലിന്യങ്ങൾ തുല്യ അളവിൽ ജലം ചേർത്ത് പ്ലാന്റിൽ നിക്ഷേപിക്കാം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446005847.
കൃഷിഭവനിൽ നിന്നും RKVY പദ്ധതി പ്രകാരം തെങ്ങ് കൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ ഫെബ്രുവരി 20 മുമ്പ് കൃഷിഭവനിലോ ബ്ലോക്ക് തല ക്ലസ്റ്റർ കൺവീനർമാരുടെ പക്കലോ നൽകണമെന്ന് കിഴക്കേക്കല്ലട കൃഷി ഓഫീസർ അറിയിച്ചു. കൃഷിവകുപ്പിന് കീഴിൽ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന കോക്കനട്ട് നഴ്സറിയിൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഗ്രീൻ യെല്ലോ, ഡോർഫ് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ അടുത്ത മാസം മുതൽ ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ നഴ്സറിയുമായി ബന്ധപ്പെടുക. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പൗൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം മുട്ടക്കോഴി വളർത്തലിലും പശു വളർത്തലിലും പരിശീലനം നൽകുന്നു. ഫെബ്രുവരി 17 മുതൽ 19 വരെ മുട്ടക്കോഴി വളർത്തലിലും പരിശീലനം ലഭിക്കും. 24 തീയതി മുതൽ 26 തീയതി വരെയാണ് പശു വളർത്തലിൽ പരിശീലനം. പരിശീലനം സൗജന്യമാണ്. പങ്കെടുക്കുന്നവർക്ക് പരിശീലന സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047924577778. ചകിരിച്ചോർ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള മാർഗം. 5 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമുള്ള നിരപ്പായ സ്ഥലത്ത് 100 കിലോ ചകിരിച്ചോർ ഒരേ കനത്തിൽ നിരത്തുക. ഇതിനു മുകളിൽ കയർബോർഡ് ഗവേഷണ സ്ഥാപനം തയ്യാറാക്കുന്ന പിത്ത് പ്ലസ് 1 കിലോ വിതറുക. വീണ്ടും 100 കിലോഗ്രാം ചകിരിച്ചോർ വിതറി മുകളിൽ 1 കിലോ യൂറിയ വിതറുക. ഈ ക്രമത്തിൽ വിരിച്ച് മൊത്തം ഉയരം 1 മീറ്റർ ആക്കുക. ഈർപ്പം 60% എന്ന തോതിൽ നിലനിർത്താൻ വേണ്ട വെള്ളം ഇതിലേക്ക് തളിക്കുക. 30 ദിവസമാകുന്നതോടെ കമ്പോസ്റ്റ് പാകപ്പെടും. ഇത് ഉത്തമ ജൈവവളമായി ഉപയോഗിക്കാം. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,700 രൂപ, റബ്ബർ RSS 5 14,550 രൂപ, വെളിച്ചെണ്ണ 11,450 രൂപ, കുരുമുളക് 50,600 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 12,900 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 13,000 രൂപ. കമ്പോള അവലോകനം. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 52,600 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 50,600 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 8,125 രൂപ, തളിപ്പറമ്പ് 7,700 രൂപ, കാസർഗോഡ് 7,700 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ 12,267 രൂപ, കോട്ടയം 11,800 രൂപ, ആലപ്പുഴ 11,450 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 24.5. കൊച്ചി 32.2, 22. ആലപ്പുഴ 33.3, 24.4. പുനലൂർ 36, 18.9. തിരുവനന്തപുരം 32.4, 22.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.